വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D എന്നൊരു പാട്ട ഗെയിം. ഈ നിൽക്കുന്ന പുള്ളിയാണ് കഥാനായകൻ. ഈ ഒരു ഇന്ത്യൻ ബൈക്ക് തുടങ്ങി ഒരു പരസ്യങ്ങൾ കയറുന്നു. ഇതാണ് നമ്മുടെ കഥാനായകൻ. ആദ്യം തന്നെ ഇതാണ് തൊപ്പി ഭയങ്കര അടമ്പ. ഇയാൾക്ക് ഈ കോലാണ് ഒരു വിഗ്ഗൊക്കെ വെച്ചിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഗ്ലിച്ച് കാണിച്ചത് ഉണ്ടാ. അങ്ങനെ അതാണ് ആ ഗ്ലിച്ച് എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡിഫൻഡർ. ഡിഫൻഡർ ഉണ്ടെങ്കിലും കൊള്ളൂല, വലിയ ഉപകാരമൊന്നുമില്ല ഈ ഡിഫൻഡർ വെച്ച്. കേറടാ കേറ്. ഈ പുള്ളീൻ്റെ പേരാണ് രജിത്ത്. ഇന്ത്യൻ ബൈക്കിൻ്റെ കഥ ഞാൻ പറഞ്ഞു. വളരെ വളരെ അടിപൊളി കഥയാണ്. കാണിച്ചില്ല ഇന്ന് കുറേ റൈറ്റിംഗ് ഒക്കെ കിട്ടിയ അപ്പോൾ അതിന് പിന്നിൽ കഥ സബ്സ്ക്രൈബിങ് ഇല്ല. പണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ഒരു രോഹിത് എന്ന് പറഞ്ഞൊരു വീടുണ്ട്. ഒരു ഭായിയാണ്, പക്ഷെ പണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക. അപ്പോൾ അയാളെന്താവും ആ രോഹിത്താരാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഈ കഥാനായകൻ്റെ ഇത് കൊള്ളൂരാത്ത ഗെയിമാണ്. D40 ഇപ്പം മൊത്തത്തിൽ 2 മിനിറ്റായി. നമുക്ക് വേഗം പറഞ്ഞു തീർക്കാം. അപ്പം ഈ എന്താ പറയുക സൗത്ത് ആഫ്രിക്ക ഇതെന്തോ ഈ സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ ഈ പുള്ളിയാണ് രോഹിത്. ഈ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ പുള്ളിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ പുള്ളിക്കിൻ്റെ എന്താ പറയുക എന്താണ് ഈ പുള്ളി ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളീൻ്റെ ഇതുണ്ട്. ഈ പുള്ളി കുറേ സ്മഗ്ലിങ് നടത്തി സൗത്ത് ആഫ്രിക്കയിൽ. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ കുറേ സ്മഗ്ലിങ് നടത്തിയ കാരണം പോലീസുകാർ പിടിച്ചേനെ. പക്ഷെ അങ്ങനെ ഒരു വട്ടം പിടിച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്ത് ഇവൻ അവിടെ നിന്ന് മുങ്ങി നേരെ ഇന്ത്യയിലോട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ ഒരു ഇന്ത്യൻ ബൈക്ക് റൈഡ് റെഡി എന്നല്ല, ഇന്ത്യൻ ഗാങ്സ്റ്റർ ഓട്ടോ എന്നാണ് ഈ ഗെയിമിൻ്റെ റിയൽ പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അവിടെയാണ് നമ്മുടെ കഥ. അങ്ങനെ ഈ പുള്ളിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം ഇയാൾ പോലീസ് പിടിച്ച് നേരെ ഈ ഒരു സിറ്റിയിലോട്ട് ഈ പുള്ളി വന്ന് അങ്ങനെ വന്നേച്ച് എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയുന്നു. ഈ സിറ്റിയിൽ വന്നേ പിന്നെ സിറ്റിയിൽ വന്നു അയാൾ നായകൻ. അങ്ങനെ വന്ന് അവസാനം എന്താ പറയുക ഇവിടെ എന്താ പറയുക വന്നപ്പോൾ സൗത്ത് ആഫ്രിക്കൻകാർ എന്താ പറയുക പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പിടിച്ചു. അപ്പോൾ ഈ പുള്ളീനെ പോലീസുകാർ ഇവിടെ വെച്ച് അങ്ങനെ പൊക്കിയപ്പോൾ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അത് ഒരു വക്കീലാണ്. ആ വക്കീലിൻ്റെ ആ വക്കീലിനെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അത് കാണിച്ചു തരാം ഞാൻ. ആ വക്കീലിനെ വേഗം പറഞ്ഞു തീർക്കണം ഗൈസ്. അതെ, ഇതാണ് ആ വക്കീൽ. ഈ വക്കീലിൻ്റെ പേര് മഹേഷ് എന്നാണ്. മഹേഷ് വന്ന് നമ്മളെ രക്ഷിച്ച്. മഹേഷ് അവസാനം എന്താ പറയുക ഒരു കണക്കിനൊക്കെ അത് സോൾവ് ആക്കി. അങ്ങനെയൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി അവസാനം ഈ പുള്ളി ഒന്ന് സോൾവ് ആക്കി വെച്ചാൽ എന്താ പറ്റിയെന്നറിയോ. ഇവൻ അവസാനം ജയിലിൽ നിന്ന് ഇറങ്ങി. 1 മിനിറ്റ് വേഗം പറയട്ടെ. ഇയാൾ ഇറക്കി അങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സായി. അങ്ങനെ നേരെ ഞാനൊരു വീട് കണ്ടു തരാം. ദൂരെ കാണുന്ന വീടില്ലേ, ആദ്യം താമസിച്ചത് മഹേഷ്. ഈ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു. പിന്നീട് ഈ കാണുന്ന വീടിലോട്ട് 2 പേരും ട്രാൻസ്ഫറായി. അവർ 2 പേരും ഇവിടെ ജീവിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ഈ കഥാനായകന് ഈ രോഹിത്തിന് പുതിയ വീട് കിട്ടും. അങ്ങനെ ഈ വീട് കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്ത് എന്താ പറയുക നമ്മൾ ഇറങ്ങി വന്ന വീടില്ലേ അതവന് കിട്ടിയപ്പോൾ ഇവൻ ചെന്നേച്ചും ഇവൻ ആ വക്കീലില്ലേ
ഇതെന്തത് ഇതെന്താ പറ്റി ഇതെന്തത് ക്യാറ്റ് വാക്കോ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഇയാൾ അത് കൊടുത്തു. അപ്പം പിന്നെ ഇയാൾ ആദ്യം താമസിച്ച വീടില്ലേ, എന്താ പറയുക, ഈ പണ്ടത്തെ ആ മഞ്ഞ വീട് ആദ്യം ഇവൻ്റെ ആയിരുന്നല്ലോ. അപ്പം ഇവൻ ആ വക്കീലിന് കൊടുത്ത്, ഈ കാണുന്ന ഇവന് കൊടുത്ത്. നല്ല പാട്ട്. ഇപ്പോൾ ഗൈസ് എന്താ പറയുക, ഇവൻ അത് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൊടുത്ത് അങ്ങനെ ഇവൻ മറ്റേ വീട്ടിലും ഈ കാണുന്ന വക്കീൽ ആ വീട്ടിലുമായി. അങ്ങനെ ഒരു വട്ടം ഇരിക്കുമ്പോൾ ഒരു മാക്കാച്ചിയല്ല, എന്താ പറയുക, രാകേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അയാൾ ഈ വക്കീലിൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അതായത് മഹേഷിൻ്റെ അടുത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്താ പറയുക, ഇവൻ വന്നിട്ടും പ്രശ്നം എങ്ങനെയൊക്കെ സോൾവ് ആക്കി കാശ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ 3 പേരും ഫ്രണ്ട്സായി. അങ്ങനെ 3 പേരും ഫ്രണ്ട്സും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബാങ്ക് റോബർ ചെയ്തു. അങ്ങനെ ഈ ബാങ്ക് റോബർ ചെയ്തിട്ടും 3 പേരും കൂടി ഇത് വളരെ വലിയൊരു കേസായി. അതിന് പിടിക്കാൻ നോക്കി. അവർ പിന്നെ കൊറിയയിലോട്ട് മുങ്ങി അവിടെ വെച്ച് സ്മഗ്ലിങ് നടത്തി. ഇവിടെ വെച്ച് കുറച്ച് സ്മഗ്ലിങ് പിന്നെ നടത്തി പിടിച്ച്. പിന്നെ പോലീസുകാർ പിന്നെ ഇവരെ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിടിക്കാൻ വന്നപ്പോൾ ഇവർ 3 പേരും കൂടി എല്ലാ പോലീസുകാരെയും കൊന്നു. ആ സമയത്താണ് അവിടെ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നത്. നമ്മുടെ വക്കീലെത്തി. ആ പുള്ളി എന്താ പറയുക, പിന്നെ അയാൾ അവസാനം പിടിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ പോലീസുകാർ പൊക്കി. പിന്നെ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരൊക്കെ കൂടി ഇയാളെ പിടിച്ചു നേരെ ജയിലിലാണ്. പിടിച്ച് ജയിലിലോട്ട് കൊണ്ടുപോയി. അപ്പം ഇതിൻ്റെ ഇടയിൽ രാകേഷ് ഉണ്ടായിരുന്നില്ല. ഈ വക്കീലും ഇവനും 2 പേരും കൂടിയാണ് കിടത്തിയത്. അങ്ങനെ വക്കീലിൻ്റെ ജോലിയും പോയി, ഇവനെ ജയിലിൽ പിടിച്ച്. അവസാനം മഹേഷ് വെടിവെച്ച് പോലീസുകാരെല്ലാവരും കൊന്നു. എന്നിട്ട് ഇവർ 2 പേരെയും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. അവസാനം എന്തായി, ഇവൻ ഇത്രമിറ്റായി ഞാൻ പറയുന്നതായാലും അവസാനം ഇപ്പോഴാണ് അതിൽ മെയിൻ വില്ലൻ വന്നത്. മെയിൻ വില്ലത്തിയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം ആ വില്ലത്തി. ആ വില്ലത്തിയാണ് ഇത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ വില്ലത്തി. ഇവളുടെ പേര് അച്ചാപ്പി അല്ല, ഇവളുടെ പേര് ചുക്കി. ചോട്ടാബിൻ്റെ ചുക്കിയല്ല. അപ്പം ഇവളാണ് വില്ലത്തി. അപ്പം 3 പേരും കൂടി ഈ ബോട്ടിൽ പെടുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ പെട്ടെന്ന് വലിയൊരു ടൈറ്റാനിക് പോലത്തെ വല്ലിക്കാട്ടൊരു ബോട്ടുമ്പോൾ അതുമ്പോൾ വന്ന് അവസാനം ഇവരൊക്കെ കൂടി ഭയങ്കര വലിയൊരു ഫൈറ്റ് ഇതിൻ്റെ ഇടയിലുണ്ടായി. അങ്ങനെ അവസാനം അവരുടെ ആൾക്കാരെയും കൊന്ന് ഈ വില്ലത്തീനെയും കൊന്ന്. അത് ഭയങ്കര കേസായി. പിന്നെ റഷ്യയിൽ നിന്നും എല്ലായിടത്തുനിന്നും പോലീസുകാർ എന്താ പറയുക ഇവരെ തിരക്കി വരും എന്ന് മനസ്സിലാക്കിയ കാരണം ഈ 3 പേരും തമ്മിൽ ഈ 3 ഫ്രണ്ട്സ് തമ്മിൽ ഭയങ്കര വലിയ തർക്കം ഉണ്ടാവും. എന്നിട്ട് ഈ കാണുന്ന രോഹിത് എന്ത് ചെയ്യും, വക്കീലിനെ പിടിച്ച് കൊല്ലും. വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലും. മഹേഷും ഇവർ 2 പേരും പോവും. പിന്നെ മഹേഷ് അതായത് ആ പുള്ളി കൊണ്ട് രോഹിത്തും എന്താ പറയുക മഹേഷിൻ്റെ വീട്ടിലോട്ട് പോകും. രോഹിത്ത് ചുറ്റും പോലീസ് ഒളിഞ്ഞേക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം പിന്നെ ഇവൻ എന്ത് ചെയ്യും, ഇവൻ പോയി മഹേഷിനെ എന്താ പറയുക പിടിച്ചുകൊണ്ട് പോയി ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം പറ്റും. അവിടെ ഓക്സിജൻ ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും ഒളിപ്പിച്ച് വെക്കണേ. അങ്ങനെ മഹേഷ് മരിക്കൂല, പക്ഷെ രക്ഷപ്പെടും. അങ്ങനെ പോലീസുകാർ ഇവരെ 3 പേരും തിരക്കി വരുമ്പോൾ ഇവരും അവനെയും കൂടി തർക്കമുണ്ടായി. അവസാനം മഹേഷിനെ ഈ രോഹിത്ത് തട്ടും. രോഹിത്തും മഹേഷും മഹേഷേ ആവില്ല, മഹേഷും രോഹിത്തും കൂടി ഈ കഥ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഉയരത്തിൽ വന്നേച്ചും അവസാനം ഈ ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടും. 2 പേരും വേറൊരു വഴിയില്ലാന്ന് വിചാരിച്ച്
ഇവിടെ നിന്ന് ചാടി രണ്ടുപേരും സ്യൂസൈഡ് ചെയ്യും. അതോടുകൂടി ഇവിടത്തെ നമ്മുടെ കഥ അവസാനിക്കും.